ഹലോ ഫ്രണ്ട്സ്, ഇവർ വിവാഹിതരായാൽ എന്ന സീരിയലിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അച്യുതൻ വീട്ടിലെ അംബികയോട് സാധനങ്ങളെല്ലാം പറക്കി വെക്കണം, വണ്ടി വരും കയറ്റി വെക്കാനായിട്ടെന്നൊക്കെ പറഞ്ഞിട്ടാണ് നേരെ ആശുപത്രിയിലേക്ക് പോകുന്നത് കേട്ടോ. അവിടെ ചെന്നിട്ട് അനീമിയ അല്ലേ, അൾസർ അല്ലേ, അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മരുന്നും കാര്യങ്ങളൊക്കെ വാങ്ങാം എന്നും പറഞ്ഞിട്ടാണ് ചെല്ലുന്നത്. അകത്ത് കയറുമ്പോൾ തന്നെ ഡോക്ടർ ചോദിക്കുകയാണ്, അച്യുത ഒറ്റയ്ക്കേ ഉള്ളൂ, ഭൂമി എന്താ വന്നില്ലേന്ന്. ഇല്ല, അവൾക്ക് കുറച്ച് തിരക്കുണ്ട്, പോരാഞ്ഞിട്ട് ഞങ്ങൾ നാട്ടിലേക്ക് പോവുക. നാട്ടിലേക്കോ? അതെന്താ അങ്ങനെ? അല്ല, ഇനിയിപ്പോൾ ഇവിടെ നിന്നൊക്കെ പോകാമെന്ന് കരുതി കുറച്ച് സമാധാനത്തോടു കൂടി ജീവിക്കണമെന്ന് തോന്നുന്നു, അതുകൊണ്ട് നാട്ടിലേക്ക് പോകാൻ തീരുമാനിക്കുന്നുണ്ട്. അതങ്ങ് കുറച്ച് കിഴക്കാണ്. അങ്ങനെയാണെങ്കിൽ അവിടെ നല്ല ഹോസ്പിറ്റലൊക്കെ ഉണ്ടോ? വലിയ ഹോസ്പിറ്റലൊന്നും ഇല്ല ഡോക്ടറെ. എന്തെങ്കിലും ഒരു അസുഖം വന്നാൽ ചികിത്സിക്കണമെങ്കിലോ ഒരു മരുന്ന് വാങ്ങണമെങ്കിലോ മെഡിക്കൽ സ്റ്റോർ പോലും ഏകദേശം ഒരു 5 കിലോമീറ്റർ അകലെ പോകണം. ആഹാ, ഇത്രയും ഒരു മെഡിക്കൽ സ്റ്റോർ പോലും അടുത്തില്ലാത്തൊരു സ്ഥലത്തേക്കാണോ ഇപ്പോൾ അച്യുതൻ യാത്ര ചെയ്യുന്നത്? അതെ, അതെന്താ അങ്ങനെ പറഞ്ഞത്? എൻ്റെ നാടല്ലേ അത്. അതൊക്കെ ശരി തന്നെ. ഡോക്ടർ ഒരു കാര്യം ചെയ്യുക, എനിക്ക് അൾസറിനോട് സ്ഥിരമായിട്ട് തരുന്നില്ലേ മരുന്ന്, അത് കുറച്ച് ദിവസത്തേക്കും കൂടി തരാമോ? അപ്പോൾ അതാകുമ്പോൾ എനിക്ക് ഓടി ഓടി വരണ്ടല്ലോ, കഴിക്കാമല്ലോ എന്ന് പറയുക. അപ്പോൾ ഡോക്ടർ പറയുന്നുണ്ട്, എന്താ അച്യുത ഈ പറയുന്നത്? അച്യുതൻ വിചാരിക്കും പോലെ അച്യുതനുള്ള രോഗം വെറുതെ ഒരു അൾസർ മാത്രമല്ല. പിന്നെ രോഗം എന്താണെന്ന് വെച്ചാൽ ഞാൻ പറയാം. പിന്നെ താങ്കൾക്ക് ബ്രെയിൻ ട്യൂമറാണ്, ക്യാൻസർ, അതാണ് നിങ്ങൾക്ക് അസുഖം. അത് കേൾക്കുമ്പോൾ തന്നെ അച്യുതൻ തകർന്നു പോകണുണ്ട് കേട്ടോ. ഇത്രയും വലിയൊരു രോഗത്തിന് അടിമയാണോ ഞാൻ? അതിനേക്കാൾ അച്യുതനെ വേദനിപ്പിച്ചത് വേറൊരു കാര്യം കേട്ടോ. ഡോക്ടർ പറയുന്നുണ്ട്, തൻ്റെ മകൾക്കിതറിയാം, തന്നോടുള്ള സ്നേഹം കൊണ്ടാണ് ഇത് പറയണ്ടെന്ന് പറഞ്ഞത്. പക്ഷെ ഒരു കാര്യമുണ്ട്, ഭൂമിയെപ്പോലൊരു മകളെ കിട്ടാൻ താൻ തപസ്സിരിക്കണം കേട്ടോ. കാരണം ആ കുട്ടി പുറമേ ചിരിക്കണമെങ്കിലും ഉള്ളിൽ കരയാണ് തനിക്ക് വേണ്ടിയിട്ട്. തൻ്റെ ഓപ്പറേഷന് വേണ്ടിയിട്ട് പൈസയ്ക്ക് വേണ്ടി ഓടിക്കൊണ്ട് നടക്കുകയാണ്. ഏതൊരു മക്കളെ ഇന്നത്തെ കാലത്ത് അങ്ങനെയൊക്കെ ചെയ്യുക? ഭൂമി നല്ലൊരു മോളാട്ടോ, പാവം. ഇത്രയും വേഗം നിങ്ങൾ ചികിത്സ തേടണം, ഇല്ലെങ്കിൽ ജീവൻ ആപത്താണ്. അതാണ് ഇങ്ങനെ ആ കുട്ടി ഓടിക്കൊണ്ട് നടക്കുന്നതെന്നല്ല ഇങ്ങനെ പറയാട്ടോ. അപ്പം തന്നെ അച്യുതന് പിന്നെ അവിടെ ഇരിക്കാൻ കഴിയുന്നില്ല. ആകെ വല്ലാത്തൊരു അവസ്ഥയായിട്ട് അവിടെ നിന്ന് എണീറ്റ് നടക്കുകയാണ് കേട്ടോ. ഡോക്ടറോടൊന്നും പറയുന്നില്ല. സത്യം അറിഞ്ഞ് നമ്മുടെ അച്യുതൻ റോഡിൽ കൂടെ നടന്നു പോകുമ്പോൾ തന്നെ ഭൂമിയെക്കുറിച്ച് ഓർക്കുകയാണ് കേട്ടോ. ഭൂമി ഇടയ്ക്കൊരു ദിവസം വല്ലാണ്ടിരിക്കുന്നതും എന്താ മോളെ കണ്ണ് നിറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചപ്പോൾ ഒന്നുമില്ല എന്ന് പറഞ്ഞതും, മോൾ എന്താ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് എന്നോട് കുറച്ച് സ്നേഹക്കൂടുതൽ കാണിക്കുന്നുണ്ടല്ലോ, എന്താണെന്ന് ചോദിക്കുമ്പോഴും അതുപോലെ തന്നെ ഭൂമി അച്ഛനെയും കൊണ്ട് കുറച്ച് സ്ഥലങ്ങളെല്ലാം കൊണ്ടുപോയില്ലേ കറങ്ങാനായിട്ടൊക്കെ, അച്ഛനെ എത്രത്തോളം സന്തോഷിപ്പിക്കാമോ അത്രത്തോളം സന്തോഷിപ്പിക്കുന്നുണ്ടായിരുന്നില്ലേ. ഇതെല്ലാം നടന്നു പോകുമ്പോൾ തന്നെ അച്യുതൻ ആലോചിച്ച് കണ്ണ് നിറഞ്ഞ് പൊട്ടിക്കരഞ്ഞു പോകണം കേട്ടോ. അപ്പോൾ ഇതിനിടയ്ക്ക് നമ്മുടെ കോഫി ഷോപ്പിൽ നിൽക്കുന്ന ഭൂമിക്ക് ഒരു കോള് വരുവാണ്. സിസ്റ്ററാണ് കേട്ടോ. കാരണം അവിടെ അൽഫോൺസ ചാരിറ്റി അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ ഈ ഒരു നിവേദനം, അച്യുതനെ ചികിത്സയ്ക്ക് വേണ്ടി പൈസയ്ക്ക് വേണ്ടിയിട്ട് അവരവിടുന്ന് വിളിക്കുകയാണ് കേട്ടോ. സന്തോഷ വാർത്തയാണ് ഭൂമിയെ അറിയിക്കുന്നത്. അപ്പോൾ ഭൂമിയോട് പറഞ്ഞിട്ടുണ്ട്, നാളെ തന്നെ ഇങ്ങോട്ട് പോരണം, ഇവിടെ കൊടുത്ത നിവേദനം പാസ്സാക്കിയിട്ടുണ്ട്, എത്രയും വേഗം കാശ് കിട്ടും, അച്ഛൻ്റെ ഓപ്പറേഷനുള്ള എല്ലാം റെഡിയായിക്കോ എന്ന് പറയാം. അത് കേൾക്കുമ്പോൾ ഭൂമിക്ക് നല്ല സന്തോഷമാവുന്നുണ്ട്. എന്നിട്ട് വന്ന കസ്റ്റമറിനെ എല്ലാം ഡീൽ ചെയ്തിട്ട് ലക്ഷ്മിയോട് യാത്ര പറയാം കേട്ടോ. ലക്ഷ്മിക്ക് ഭയങ്കര സങ്കടമാവുന്നുണ്ട്, നീ ഇല്ലാണ്ട് ഞാൻ എങ്ങനെ ഒറ്റയ്ക്കും? ചേച്ചി അതൊന്നും ഓർത്ത് പേടിക്കണ്ട, ധൈര്യമായിട്ട് നിന്നോ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഫോൺ വഴിയോ പിന്നെ വീഡിയോ കോൾ വഴിയോ ഒക്കെ ഞാൻ പറഞ്ഞു തരാം, വിഷമിക്കില്ലേ. ഞാൻ ഇനി ഒരു യാത്ര പറച്ചിലായിട്ട് നിൽക്കുന്നില്ല, ഞാൻ ഇടയ്ക്കിടയ്ക്ക് വന്ന് പൊക്കോളാം, എന്നാലും ഞങ്ങളിന്ന് തന്നെ തിരിക്കുക ചേച്ചിയെന്നും പറഞ്ഞുകൊണ്ട് അവിടുന്ന് നേരെ വീട്ടിലേക്ക് പോവുകയാണ് ഭൂമി. ഒരു വശത്തെ സങ്കടവും ഒരു വശത്തെ സന്തോഷവും ഉണ്ട് കേട്ടോ അപ്പം വീട്ടിലാണെങ്കിൽ വണ്ടി വന്നു, എല്ലാ സാധനങ്ങളും പാക്ക് ചെയ്ത് കെട്ടിപ്പറക്കി പൈസ വരെ കൊടുത്തിട്ടുണ്ട് ഡ്രൈവർക്ക്, നമ്മുടെ അംബിക. അപ്പോൾ അംബികയോട് അയാൾ ചോദിക്കുന്നുണ്ട്, എന്താ ഇത്ര പെട്ടെന്ന് നിങ്ങൾ മാറാൻ കാരണം? അത് ഞങ്ങളുടെ നാട് അവിടെയല്ലേ, അവിടെ സ്ഥലങ്ങളും വസ്തുവകകളും പറമ്പൊക്കെ ഉണ്ട്, അപ്പോൾ അതൊക്കെ ഇങ്ങനെ അനാഥമായി ഇട്ടേക്കാൻ പറ്റില്ല, അതൊക്കെ ഒന്ന് നോക്കിയെടുക്കുകയും വേണം, അതുകൊണ്ടാണ് ഞങ്ങൾ പോകുന്നത്. അത് ശരി, അപ്പോൾ ഇനിയുള്ള തിരിച്ചു വരവില്ല എന്നാണോ? ഇടയ്ക്കൊന്ന് വരും, അത്രയേ ഉള്ളൂ. ശരി, എന്നാലേ എല്ലാം കെട്ടിയൊക്കെ റെഡിയാക്കി വെച്ചു, അച്ചോട്ടെ പിന്നെ വരും. കുറച്ച് കഴിയുമ്പോൾ അച്യുതനാണെങ്കിൽ വരുന്നുണ്ട് കേട്ടോ. വന്ന പാടെ തന്നെ ഡ്രൈവറോട് പറഞ്ഞിട്ടുണ്ട്, അതെ ഞങ്ങൾക്ക് പോകാനുള്ള യാത്രയുടെ കാര്യം കുറച്ചൊരു മാറ്റം വന്നിട്ടുണ്ട്, അതുകൊണ്ട് ഇനി ഞങ്ങൾ പോകുന്നില്ല. ഒരു കാര്യം ചെയ്യും, ഈ കെട്ടി വെച്ച സാധനങ്ങളും എല്ലാം താഴെ ഇറക്കി വെക്കാവോ എന്ന് ചോദിക്കാം കേട്ടോ. അപ്പോൾ ശരി, എന്നാൽ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞാൽ അയാളെല്ലാം ഇറക്കി വെച്ചിട്ട് വണ്ടിയും കൊണ്ട് പോവാട്ടോ. അമ്പികയ്ക്ക് ഭയങ്കര സംശയം, എന്താ അച്ചോട്ടെ ഇങ്ങനെ പെട്ടെന്ന്, എന്താ ഇങ്ങനെ വാക്ക് മാറ്റിയത്? പോവാൻ റെഡിയായിരിക്കുമല്ലായിരുന്നു. അവളാണെങ്കിൽ ഭൂമിയാണെങ്കിൽ കോഫി ഷോപ്പിൽ പോയിട്ടുണ്ടേ എല്ലാവരോടും യാത്ര പറയാനായിട്ട്. അതാണല്ലേ, ശരി സാരമില്ല, അവൾ വന്നോട്ടെ. അപ്പോൾ അച്ചോട്ടും പോയിട്ട് എന്തായി പറ, ഇതെന്താ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്നത്? ഇടി
മോള് നമ്മളെ മൊത്തത്തിൽ തോൽപ്പിച്ച് കളഞ്ഞു. എന്താ അച്ചോട്ടാ അങ്ങനെ പറയണത്? അവൾ എന്നോട് എന്താ പറഞ്ഞത്? എനിക്ക് അൾസറാണെന്നല്ലേ, അതിൻ്റെ മരുന്നിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ആശുപത്രിയിൽ പോയത്. എന്നിട്ട് എനിക്ക് അൾസറൊന്നും അല്ല. പിന്നെന്താ, എനിക്ക് ക്യാൻസർ ആടി, ബ്രെയിൻ ട്യൂമറാണ്. ഞാൻ അധികകാലം ജീവിച്ചിരിക്കുമെന്ന് തന്നെ സംശയമാണ്. എന്താ അച്ചോട്ടെ പറയണേന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അംബിക ഒരക്ഷരം ഉരിയാൻ പറ്റാണ്ട് അങ്ങ് തകർന്ന് നെഞ്ച് പൊട്ടി നിൽക്കാട്ടോ. കണ്ണിൽ കൂടെ അങ്ങനെ ഒഴുകുവാണ്. പക്ഷെ അച്യുതൻ ഇങ്ങനെ മകളെക്കുറിച്ച് പറയടി, മകളെ നമ്മളെ തോൽപ്പിച്ചു എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? അവൾക്ക് ഈ കാര്യം അറിയായിരുന്നു. അവൾ ഞങ്ങളോട് മറച്ചു വെച്ചിട്ട് എന്നെ വിഷമിപ്പിക്കേണ്ട, എന്നെ അറിയിച്ചാൽ പ്രയാസമാവുമല്ലോ എന്ന് വെച്ചിട്ടാണ് അവൾ എന്നെ ഒരു കൊച്ചു കുട്ടിയെപ്പോലെ കൊണ്ട് നടന്നതും അവിടെ എവിടെയൊക്കെ കൊണ്ടുപോയതും എന്നെ ഇങ്ങനെയൊക്കെ കെയർ ചെയ്തതും. അതുപോലൊരു മകളെ നമുക്ക് എവിടെ കിട്ടൂടി? പാവം, അവൾ പൈസയ്ക്ക് വേണ്ടി ഓടിക്കൊണ്ട് നടക്കുകയാണ്. ഇത് വല്ല നമ്മൾ അറിഞ്ഞിരുന്ന ഇതെല്ലാം കേട്ടിട്ട് നമ്മുടെ അംബിക അപ്പുറത്തേക്ക് മാറിയിരുന്ന് കരയാൻ പറ്റാത്ത ഒരു അവസ്ഥയിലായിപ്പോയിട്ടോ. അങ്ങനെ തിരിച്ച് അംബികയുടെ അടുത്ത് നിന്നിട്ട് പറയാം, നീ സങ്കടപ്പെടരുത്, പ്രയാസപ്പെടരുത്. നീ എന്നെക്കുറിച്ച് ഓർത്തല്ല സങ്കടപ്പെടേണ്ടത്. എൻ്റെ ആയുസ് ഏകദേശമൊക്കെ എത്തിയെന്നാണ് ഡോക്ടർ പറഞ്ഞത്. നമ്മുടെ ഭൂമിയെക്കുറിച്ച് നമ്മൾ ഇനി ഗാഢമായിട്ട് ചിന്തിച്ചേ പറ്റുള്ളൂ. ഇനി നമുക്ക് സമയമില്ല. അച്ചുവേട്ടൻ എന്തൊക്കെയാണ് ഈ പറയണേന്നും പറഞ്ഞുകൊണ്ട് കെട്ടിപ്പിടിച്ച് അങ്ങോട്ടൊരു പൊട്ടിക്കരച്ചിലാട്ടോ നമ്മുടെ അംബിക. സഹിക്കാൻ പറ്റണില്ല. അപ്പം നമ്മുടെ അച്യുതൻ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ കരയല്ലേ, തളർന്നു പോകരുത്. നീ ഒരു കാര്യം ഓർക്ക്, അവൾ എത്ര സങ്കടം മനസ്സിൽ ഒളിപ്പിച്ച് വെച്ചിട്ടാണ് നമ്മളോട് ഇത്രയൊക്കെ സ്നേഹം കാണിക്കുകയും പുറമേ ചിരിക്കുകയൊക്കെ ചെയ്തത്. അവൾ എത്ര നല്ല മോളാടി എന്നൊക്കെ ഇങ്ങനെ അച്ഛൻ അംബികയോട് പറയാട്ടോ. അപ്പോൾ അംബികയും അത് ശരിവെക്കുകയാണ്. ഇങ്ങനെയുള്ളൊരു മകൾക്ക് വേണ്ടി നമ്മൾ എന്തായിട്ട് തിരിച്ച് ചെയ്യുക? അപ്പോൾ അംബിക പറയാം, അവൾക്ക് എന്താ ചോട്ടെ നമ്മൾ കൊടുക്കാനുള്ളത്? ദാരിദ്ര്യമല്ലാതെ വേറെ എന്തെങ്കിലും നമ്മുടെ കയ്യിലുണ്ടോ എന്ന് ചോദിക്കുക കേട്ടോ. ഉണ്ട്, വലിയൊരു സമ്പാദ്യമുണ്ട്. എന്താ അച്ചോട്ടാ? അവളെ നമുക്ക് അവളുടെ അച്ഛനെ തിരിച്ചു കൊടുക്കണം. എന്തൊക്കെയായി പറയണത്? അച്ചോട്ടൻ അത് സാധിക്കുമോ? എനിക്കും അത് സാധിക്കുമോ? നമ്മുടെ മോള് ഇത്രയും നാൾ നമ്മളെ മോളായിട്ട് വളർത്തിയിട്ട് ആയിരിക്കാം. പക്ഷെ ഒരു കാര്യം നീ ഓർത്തോ, അവൾ ഇത്രയും സമ്പത്തുള്ളൊരു കുടുംബത്തിലെ കുട്ടിയാണെന്ന് നമുക്കറിയാം. അവളെ അവിടെ തിരിച്ചേൽപ്പിക്കണം. നമ്മുടെ ദാരിദ്ര്യാവസ്ഥ അവളെ കൂടെ അറിയിക്കണോ? എനിക്ക് വേണ്ടിയിട്ടാണ് അവൾ ഈ ഓടി നടക്കുന്നത്, ഇത്രയും കഷ്ടപ്പെടുന്നത്. അത് പാടില്ല. എൻ്റെ ജീവൻ ഇനി അധിക ദിവസം ഇല്ല, ആയുസില്ല. എനിക്ക് വേണ്ടി അവൾ എന്തിനാണ് കഷ്ടപ്പെടുന്നത്? അവൾ സുഖമായിട്ട് ജീവിക്കുകയല്ലേ വേണ്ടത്? അവളെ അവളുടെ അച്ഛനെ ഏൽപ്പിക്കണം. ഇനി ഒരു പക്ഷേ നമ്മളെ ഏൽപ്പിക്കാതെ അവൾ തന്നെ അത് കണ്ടുപിടിച്ചാലേ ഈ തന്ന സ്നേഹമെല്ലാം പിന്നീട് വെറുപ്പായി മാറും. തൻ്റെ അച്ഛൻ കൺമുന്നിലിരുന്നിട്ടും നമ്മളൊരു വാക്ക് പറയാത്തതുകൊണ്ട് അത് വേണോ? അതിനേക്കാളും നമ്മളായിട്ട് അവൾക്ക് സൗഭാഗ്യം ഉണ്ടാക്കി കൊടുക്കുകയല്ലേ വേണ്ടത് എന്നവർ തീരുമാനിക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ ആരാ അച്ചേട്ടാ ആ അച്ഛൻ? ഒന്ന് പറയാവോ? സമയമായില്ല അംബികയെ, പറയാം. ഇനി അധിക ദിവസം ഇല്ലല്ലോ, എത്രയും വേഗം തന്നെ ഞാൻ പറയാം. ഇപ്പം എന്തായാലും ഞാനത് പറയില്ല എന്ന് അച്യുതൻ പറയാം കേട്ടോ. അപ്പം ഇവർ ഉറപ്പിച്ച് നിൽക്കുകയാണ് തിരിച്ച് ഭൂമിയെ കൊടുക്കണമെന്ന്. ആ സമയത്ത് അവിടെ പലതവണ കമാൽ വന്ന് നിൽപ്പുണ്ട് കേട്ടോ. ഇവരുടെ ഓരോ അനക്കങ്ങളും അറിയാൻ വേണ്ടിയിട്ട് ഇവർ എങ്ങോട്ടാണ് പോകുന്നത്, ഇവർ എത്ര പേരുണ്ടെന്നൊക്കെ നേരത്തെ അറിഞ്ഞെങ്കിലും ഇപ്പോൾ സാധനങ്ങളൊക്കെ കെട്ടിപ്പറക്കി എങ്ങോട്ടാണ് പോകുന്നത്, അങ്ങനെ ഇവരിങ്ങനെ വാച്ച് ചെയ്യാൻ വേണ്ടി കമാൽ അവിടെ നിൽപ്പുണ്ട്. ആ സമയത്ത് കോഫി ഷോപ്പിലെ യാത്രയൊക്കെ പറഞ്ഞിട്ട് ഭൂമിജ തിരിച്ച് വീട്ടിലേക്ക് വരികയാണ് കേട്ടോ. വണ്ടി കൊണ്ട് ഫ്രണ്ടിൽ വയ്ക്കുന്നെങ്കിലും മുറ്റത്ത് വണ്ടി കാണുന്നില്ല, ഒന്നും കാണുന്നില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ ലോഡ് വരാനുള്ള വണ്ടിയൊക്കെ വരണ്ടേ? എന്താ സംഭവിച്ചത്? ഭൂമിയെ കാണുമ്പോൾ കമാൽ അവിടെ ഒളിച്ച് നിൽക്കാൻ കേട്ടോ. അകത്ത് കയറി ചെന്ന് അച്ഛനോട് സംസാരിക്കുമ്പോഴാണ് അച്ഛൻ പറയുന്നുണ്ട്, മോളെ വണ്ടി വന്നില്ല, വണ്ടി വരണ്ടാന്ന് പറഞ്ഞു. അതെന്താ അച്ഛാ? മോൾക്ക് വണ്ടി വരണമെന്നാണോ വരണ്ടെന്നാണോ? ശരിക്കും പറഞ്ഞാൽ എനിക്ക് വരണ്ടെന്നാണ്. എന്നാൽ പിന്നെ മോളുടെ സന്തോഷം അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഇനി ഇരിക്കട്ടെ, നമ്മൾ നാട്ടിലേക്ക് പോകുന്നില്ല എന്ന് പറയാട്ടോ. ആഹാ, അത് കൊള്ളാമല്ലോ. അതെന്താ അച്ഛാ പെട്ടെന്ന് ഇങ്ങനെ? സാരമില്ല, എന്തായാലും മോൾക്കത് വിഷമമാണെന്ന് എനിക്കറിയാം. അച്ഛന് വിഷമമല്ലേ? ഇല്ല, സാരമില്ല. ശരി, അച്ഛന് പോകണ്ടെങ്കിൽ എനിക്കും പോകണ്ട. അപ്പോൾ തന്നെ ഭൂമിക്ക് ഭയങ്കര സന്തോഷമായി. അച്ഛനും അമ്മയൊക്കെ കെട്ടിപ്പിടിക്കുക കേട്ടോ. അംബികയ്ക്കാണെങ്കിൽ സങ്കടം സഹിക്കാനാവാതെ കരയാണ്. അപ്പോൾ അംബികയുടെ അടുത്ത് വന്നിട്ട് ചോദിക്കണം, എന്തിനാ അമ്മക്കിളി ഇങ്ങനെ കരയുന്നത്? വിഷമിക്കണ്ട, നമ്മൾ പോകുന്നില്ലല്ലോ എന്നൊക്കെ പറയാം കേട്ടോ. എന്തായാലും മോളെ, എനിക്ക് ഒരു തീരുമാനം എടുക്കാനുണ്ട്, ചില കാര്യങ്ങൾ. എന്താ വെച്ചാൽ അതെ, എനിക്കൊരു ആഗ്രഹമുണ്ട് മോളെ. എല്ലാവരെയും വിളിച്ച് നമുക്ക് എന്തെങ്കിലും ഒരു ആഹാരമോ എന്തെങ്കിലും ഒരു പാർട്ടിയോ കൊടുക്കണമെന്ന്. ആണോ? അങ്ങനെ അച്ഛൻ ആഗ്രഹം? അതെ, എനിക്ക് ആഗ്രഹമുണ്ട്. എന്നാൽ നമുക്ക് എന്തെങ്കിലും ഒരു ഫംഗ്ഷനായിട്ട് വെക്കാം. പിറന്നാളായിട്ട് വെക്കാൻ പറ്റില്ലല്ലോ, അപ്പോൾ അത് വേറെ എന്താ വെക്കുക? അങ്ങനെ ആലോചിച്ച് ഭൂമി തന്നെ തീരുമാനിച്ചെടുക്കുന്ന ഒന്നാണ് ഈ ഫാദേഴ്സ് ഡേ. അപ്പോൾ അംബിക പറഞ്ഞിട്ടുണ്ട്, എടി അത് നാളെയും മറ്റന്നാളൊന്നും അല്ലല്ലോ, അത് ഇനിയും ദിവസം കിടക്കല്ലേ, അതൊന്നും നമ്മൾ അറിയണ്ട. ഫാദേഴ്സ് ഡേ എപ്പോൾ വേണമെങ്കിലും വെക്കാം എന്നും പറഞ്ഞുകൊണ്ട് ശരി എന്നുവെച്ചാൽ ഫാദേഴ്സ് ഡേ തന്നെ ആയിക്കോട്ടെ എന്ന് അച്ഛനെ സമ്മതിക്കാം കേട്ടോ. അതാകുമ്പം എന്തായാലും ഭൂമിയുടെ അച്ഛനെ അന്ന് അവൾക്ക് തിരിച്ചറിഞ്ഞ് കൊടുക്കണം ആ ഒരു പാർട്ടിയിൽ. അതാണ് ഇവരുടെ പ്ലാൻ.
അങ്ങനെ ഭൂമി പറയുന്നുണ്ട്, അച്ഛാ ആ പാർട്ടിയിൽ നമുക്ക് എല്ലാവരും വിളിക്കണം, കോഫി ഷോപ്പിലും പോലീസുകാരെയും ഒക്കെ വിളിക്കണമെന്ന്. അപ്പോൾ അച്യുതൻ പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ സൗഭാഗ്യപുരത്തെ മുത്തശ്ശിയും അവിടെയുള്ള വീട്ടുകാരെയും ഒക്കെ വിളിക്കണം, ആ പോലീസിനെയൊക്കെ വിളിക്കണം. അപ്പോൾ പിന്നെ സത്യൻ സാറിനെ വിളിക്കാൻ മറന്നു പോയില്ലേ മോളേന്ന്. അപ്പോഴാണ് നമ്മുടെ ഭൂമി പറഞ്ഞ, അച്ഛാ ആര് വന്നാലും വന്നില്ലെങ്കിലും സത്യൻ സാർ ഉറപ്പായിട്ട് വരും, കാരണം അദ്ദേഹത്തിന് എന്നെ വലിയ ഇഷ്ടമാണ്, ഒരു മോളെപ്പോലെ അയാൾ എന്നെ സ്നേഹിക്കണമെന്ന് പറയുമ്പോൾ അച്യുതൻ്റെ മനസ്സ് നിറയെ കേട്ടോ സങ്കടം കൊണ്ടിട്ട്. അപ്പം നമ്മുടെ ഭൂമിയോട് കാര്യങ്ങളൊക്കെ എങ്ങനെ തീരുമാനിക്കണം, എങ്ങനെ വേണം, ഏത് വേണം എന്നൊക്കെ. അതുകൊണ്ട് അച്ഛൻ ഒന്നുകൊണ്ടും പേടിക്കണ്ട, എന്തായാലും ഒരു സന്തോഷം ഉണ്ടെന്നുള്ള കാര്യം എനിക്കറിയാം. നാളെ എനിക്ക് ലോട്ടറി അടിക്കച്ചാന്ന് പറയാം കേട്ടോ. ലോട്ടറിയോ? അതെന്താ മോളെ? നാളെ അച്ഛൻ്റെ ഓപ്പറേഷന് വേണ്ടിയിട്ടുള്ള പൈസ കിട്ടും എന്ന് പറയുമ്പോൾ പെട്ടെന്ന് അബദ്ധം പറ്റിപ്പോയിട്ടോ. ഓപ്പറേഷനോ? അപ്പം പെട്ടെന്ന് ഭൂമി വല്ലാതെ ആയിപ്പോയി കേട്ടോ. അച്ഛനെ അറിയിക്കാൻ പാടില്ലല്ലോ. അച്ഛനെ അറിഞ്ഞത് ഭൂമി അറിഞ്ഞിട്ടുമില്ല. പെട്ടെന്ന് ഭൂമി തന്നെ പറയാം, അച്ഛൻ അത് ഓപ്പറേഷൻ എന്ന് പറഞ്ഞതേ അൾസറിൻ്റെ ഓപ്പറേഷനില്ലേ, ചെറിയൊരു സർജറി വേണമേ, അപ്പോൾ അതാണ്. ഓ മനസ്സിലായി മോളെ, മനസ്സിലായി. അതൊക്കെ പോട്ടെ, നമുക്ക് ഫാദേഴ്സ് ഡേക്ക് വേണ്ടിയിട്ടുള്ള എല്ലാം തീരുമാനിക്കാമെന്നും പറഞ്ഞുകൊണ്ട് അവരങ്ങനെ ഭയങ്കര സന്തോഷത്തോടു കൂടി അച്യുതനും ഭൂമിയും എല്ലാവരും കൂടെ അഭിനയിക്കുക കേട്ടോ ഭൂമിയുടെ മുന്നിൽ. ഭൂമിയാണെങ്കിൽ അച്ഛൻ്റെയും അമ്മയുടെ മുന്നിൽ അഭിനയിക്കുന്നുണ്ട്. ഇതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിലോട്ട്. ഡീറ്റെയിൽഡ് എപ്പിസോഡിൽ വീണ്ടും വരാം. ചാനൽ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.